അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്പിറ്റി വാലി ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ നാട്ടിൽ നിന്ന് ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ നിന്ന് ഷിംലയിലെത്തി. ഷിംലയിൽ നിന്ന് നമ്മളൊരു ട്രാവലറിൽ സർഹൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 5 രാവിലെ 8:15 ആകുന്നു. ഞാൻ സർഹനിൽ രാവിലെ എഴുന്നേറ്റിട്ട് റെഡി ആയി നിൽക്കുകയാണ്. മുഖമൊന്നും നോക്കണ്ട കേട്ടോ, ഉറക്കമൊക്കെ എഴുന്നേറ്റിട്ട് നീരൊക്കെ വെച്ച് ഇറക്കിയിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു തരാം. സർഹൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നിങ്ങളിത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ നല്ല കിറ്റിലൊരു സ്നോഫോൾ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. നോക്കിക്കേ, വലിയൊരു സ്നോഫോൾ അല്ല, എന്നാലും ഓക്കെ, മാനേജബിൾ ആയിട്ടുള്ളൊരു സ്നോഫോൾ ആയിരുന്നു. അവിടെ എല്ലാം കെട്ടിടങ്ങളുണ്ട് കേട്ടോ. ആ ഒരു ഏരിയയിൽ ഫുള്ള് കെട്ടിടങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതൊരു സ്നോ ആയതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ സർഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയാണ്. ഇത് അവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഇതേ കണ്ട. ഇതേ ഒരു ഹിമാലയൻ ഡോഗ് 2 എണ്ണം. അത് അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. സർഹൻ പോസ്റ്റ് ഓഫീസ് ആണെന്ന് തോന്നുന്നു സംഭവം. നമ്മുടെ ഡോഗ്സൊക്കെ ഇങ്ങനെ മഞ്ഞിൽ കൂടെ കിടന്ന് ഓടുന്നുണ്ട് കേട്ടോ. താഴെ ഫുള്ള് സ്നോ ആണേ. ഇതേ കണ്ടില്ലേ. അപ്പോൾ ആ വഴി ഒരു അമ്മച്ചി നടന്ന് ഇങ്ങനെ പോകണണ്ട. കിട്ടില്ല, ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ ആണ് കേട്ടോ രാവിലെ. കിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ സ്നോഫോളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫോഗി ആയിട്ട് അടിച്ച് കയറി വരുന്നുണ്ട്. ക്ലൗഡിയാണ് ഇന്നും ആക്ച്വലി. പക്ഷേ അവിടെ കുറച്ച് ബ്ലൂ സ്കൈ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെതർ ക്ലിയർ ആണ് ആക്ച്വലി. നാളെ മുതൽ നോർമൽ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ ആ ഒരു കസ ആ ഒരു സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടെ നിന്ന് ചിത്കുൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഏതൊരു ചിത്കുലിലായിരിക്കും സ്റ്റേ. പക്ഷേ ഇന്ന് ഈ സ്നോഫോളും കാര്യങ്ങളും ലാൻഡ് സ്ലൈഡൊക്കെ അവിടെ ഉണ്ടെന്ന് അറിയുന്നു. അപ്പോൾ ചിത്കുൽ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിത്കുലിൽ നിന്നും വേറൊരു സ്ഥലത്തേക്കായിരിക്കും നമ്മൾ ഇന്നത്തെ ദിവസം പോവുക. നാളെ ടാബോ, മറ്റന്നാൾ കസ, അതിൻ്റെ പിറ്റേന്നും കസ. അങ്ങനെയാണ് നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും സംഭവങ്ങളെല്ലാം കൂടി ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും സ്പിറ്റി വാലി സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കുണ്ട്. അപ്പോൾ സമയം രാവിലെ ഒരു 8:30 മണിയാവുന്നു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വന്നിട്ടില്ല, വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓട്ടോയിൽ നിന്ന് പുറത്ത് പോയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം വീണ സ്നോ ഒക്കെയാണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ മുകളിലൊക്കെ കിടക്കുന്നത്. ഇതേ കണ്ടില്ലേ, സർഹൻ ഏരിയ മൊത്തം സ്നോ ആയിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന സ്ഥലത്തെല്ലാം സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും. പക്ഷേ ഇതെന്തായാലും അടിപൊളി. കിട്ടില്ല. നമ്മളുടെ ആ ഒരു ഹോട്ടൽ സ്നോ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിലാണ്. നിയർ ബസ് സ്റ്റാൻഡ് സർഹൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ആ ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ചിത്കുലിലോട്ട് നമുക്ക് ആക്ച്വലി ഇവിടെ നിന്നൊരു കട്ട് ചെയ്ത് കയറി പോകാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ടാണ് ഈ സർഹൻ എന്ന് പറയുന്ന ഏരിയയിലേക്ക് ഒരുപാട് ആൾക്കാർ വന്ന് സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ആരും വന്നിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഇറങ്ങണം. അപ്പോൾ ഇതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നുണ്ടോ. പൂരി മസാലയും ഓംലെറ്റും ആണ്. പുറത്തേ സ്നോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സ്നോഫോൾ തുടങ്ങിയണ്ട. അപ്പോൾ നമ്മളിന്ന് സാംഗ്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ചിത്കുൽ ആക്ച്വലി എന്താ പറയുക, ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ക്ലോസ്ഡ് ആണെന്നാണ് അറിയുന്നത്. അപ്പോൾ നമ്മൾ സാംഗ്ലയിലോട്ടായിരിക്കും പോവുക. സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ടീമാണ് ഈ ബാക്കിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സർഹൻ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയുള്ള പോസ്റ്റ് ഓഫീസിൽ നമ്മളിതേ വന്നിട്ടുണ്ട്. അതേ കണ്ടില്ല, അവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇവിടുന്ന് നാട്ടിലോട്ട് വേണമെങ്കിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ അയക്കാം. നമ്മൾ ഇന്നലെ നിന്ന ഹോട്ടൽ അതാണ് കേട്ടോ. ആ ഹോട്ടലിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കാണ് നമ്മൾ ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടത്. നമ്മുടെ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തിരിച്ച് ഞാനങ്ങനെ നടന്ന് പോകും കേട്ടോ. ബാക്കി എല്ലാവരും അവിടെ ഒരു അമ്പലത്തിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ സൈഡിലോട്ട് വന്നതാണ് കേട്ടോ. സ്നോഫോൾ അങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര സാംഗ്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ. അപ്പോൾ സെറ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സർഹാനിൽ നിന്നും വിട പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനായിട്ടുള്ള സാംഗ്ലയിലേക്ക് പോവുകയാണ്. റോഡ് സൈഡിൽ മൊത്തം സ്നോ ആണ് കേട്ടോ. ഓരേ സൂപ്പർ, അടിപൊളി. ഫുള്ള് സ്നോ. കിടിലം. നമ്മൾ ആൾക്കാരൊക്കെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. നോക്ക്, ഫുള്ള് സ്നോ. ഓടാ പോനെ ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-3-4 മണിക്കൂർ എടുക്കുമായിരിക്കും സാംഗ്ലയിലേക്ക് പോകാനായിട്ട്. നമുക്ക് ആക്ച്വലി ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള ചിത്കുലിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അവിടെ എന്തോ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വഴി ബ്ലോക്ക്ഡ് ആണ്. കഴിഞ്ഞ ദിവസം വരെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. സിറ്റുവേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകും. അതല്ല എന്നുണ്ടെങ്കിൽ സാംഗ്ല എന്ന് പറയുന്നത് ചിത്കുലിന് മുമ്പുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ ഒരു രക്ഷയില്ല.
അതേ കണ്ട ഈ സ്പിറ്റി വാലിയിലേക്ക് ഇതേക്കുള്ള 4x4 വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോകും. അതേ കണ്ട സമയം ഇപ്പോൾ ഏകദേശം ഒരു 1:30 മണിയാവുന്നുണ്ട്. നമ്മളിപ്പോൾ ടാപ്പരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി ലഞ്ച് കഴിക്കാനായിട്ട് നിർത്തിയതാണ്. അപ്പോൾ നമ്മുടെ ട്രാവലറാണ് ദേ അവിടെ കിടക്കുന്നത്. ഇവിടെ ആക്ച്വലി ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹിമാചൽ പ്രദേശിൻ്റെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേ എൻ്റെ പറയാൻ വന്നതാണ്. പോടാ കണ്ടില്ലേ, ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ചെറിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് മൂത്രം അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അയ്യോ, അപ്പോൾ ദേ കിടക്കുന്നു. ബാക്കി വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം പതുക്കെ ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകും. സമയം 2 മണിയായി. 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സർഹാൻ അല്ലല്ലോ, എവിടെ ആയിരുന്നു പക്ഷേ മറന്നുപോയല്ലോ, ആ ഒരു ഏരിയയിലെത്തും, ചിത്കുളിൻ്റെ അടുത്ത്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കട്ടെ. ഫ്രഷ് സ്നോഫോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേ സംഗ്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് സ്നോഫോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജാണ്. ടിബറ്റൻ സൈഡിലോട്ട് പോകുന്ന ചിത്കുൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടുള്ള സ്ഥലമാണ് സംഭവം. കണ്ടില്ലേ, ഫുള്ള് സ്നോഫോൾ. അപ്പോൾ അതേ നമ്മൾ ഇവിടെ വന്നിട്ട് വണ്ടി സ്റ്റോപ്പ് ആക്കിയിട്ടാ. അപ്പോൾ ഇവിടുന്ന് ആക്ച്വലി മുമ്പോട്ട് വണ്ടി പോകത്തില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ പറയുന്ന ചിത്കുൾ എന്ന് പറയുന്ന അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് സ്നോയാണ്. അപ്പോൾ മുമ്പോട്ട് വണ്ടി പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് ചിത്കുൾ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ലാസ്റ്റിൻ്റെ വില്ലേജിലോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പാക്കി. കാരണം വണ്ടിയിൽ എന്താ പറയുക, മറ്റേ ഇതൊന്നും സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടുന്ന് വണ്ടി സ്റ്റോപ്പാക്കിയിട്ട് നടന്നു പോകാനുള്ള പരിപാടിയാണ്. ഒരു രക്ഷയില്ല മോനെ, ഫുള്ള് സ്നോ. അപ്പോൾ സംഗ്ലയിൽ നിൽക്കുകയാണ്. ഒടുക്കത്തെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യൊക്കെ മരവിച്ച് വണ്ടി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ വണ്ടിയാണ് ആ പറയെ കിടക്കുന്നത്. അപ്പോൾ സംഗ്ല കഴിഞ്ഞൊരു 5-6 കിലോമീറ്ററോടെ നമ്മൾ മുമ്പിലോട്ട് വന്നു. നമുക്ക് ചിത്കുല് പോകാനായിട്ട് പറ്റില്ല. അത്രയ്ക്ക് സ്നോയും കാര്യങ്ങളൊക്കെയാണ്. സ്ലിപ്പറിയൊക്കെ ആയിരുന്നു. വണ്ടിയൊക്കെ തള്ളിയാണ് നമ്മളൊന്ന് സെറ്റാക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ തിരിച്ച് സംഗ്ലയിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മളിന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ നാളെ നമുക്ക് ചിത്കുലൊന്നും കാണാനായിട്ട് പറ്റില്ല. നാളെ നമ്മൾ നേരെ ഒന്ന് ടാബോയിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നേരെ ഹോട്ടലിൽ പോവുക, ചെക്ക് ഇൻ ചെയ്യുക. അപ്പോൾ അതാണ് പരിപാടി. ഇതിൻ്റെ ബാക്കിലൊക്കെ നല്ല അടിപൊളി മൗണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു സൈഡിലായിട്ട് ഇവിടെ ഫുള്ള് സ്നോയാണ്. സ്നോഫോളില്ല, പക്ഷേ ഇതേ കണ്ടില്ലേ, ഈ ഏരിയ ഒന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ മാത്രമേ പുറത്തിറങ്ങി നിൽക്കുന്നുള്ളൂ.
സംഭവം എന്തായാലും കിടുക്കി, ഒരു രക്ഷയില്ല. ഒരു സ്നോ 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 ഫുള്ള് സ്നോ ആൻഡ് ഇറ്റ്സ് മീ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ അതേ സാംഗ്ല എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിൽ വന്നിട്ട് റൂമൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിസ്കൂൽ വരെ പോകാൻ പറ്റിയില്ല, അതിന് തൊട്ട് മുമ്പ് വരെ പോയി ഫുള്ള് വണ്ടിയൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് കൈസും സ്നോയൊക്കെ കാര്യമായപ്പോഴേക്ക് നമ്മൾ തിരിച്ചു കൊണ്ട് സാംഗ്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നു. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞു, റൂമിൽ വന്നു. നല്ല തണുപ്പുണ്ട്, -8 -10 ഡിഗ്രി എങ്ങാണ്ടൊക്കെയാണ് ഇപ്പം. അപ്പോൾ നാളെ നമ്മൾ ആക്ച്വലി ഇവിടെ നിന്ന് നേരെ ടാബോയിലേക്കാണ് പോകുന്നത്. ടാബോ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക്. അത് ഏകദേശം ഒരു 100-260 കിലോമീറ്റർ യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നാളെ കുറച്ച് ലേക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ വഴി അങ്ങനെ പോകും. അപ്പോൾ അത് റൂം കണ്ടോ, നമ്മുടെ റൂമും സാധനങ്ങളൊക്കെ ദേ ഇരിക്കുന്നു. ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ട ഹീറ്ററൊക്കെ വെച്ചിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് എന്തായാലും വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം സ്പിറ്റി ട്രാവൽ സീരീസിൽ മറ്റൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം കാണുമ്പോൾ ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.